ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നല്ലൊരു അടിപൊളി വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ നമ്മുടെ ദേവയാനിയും നയനയും സമയത്ത് സ്നേഹത്തിലായല്ലോ. അതിപ്പം പ്രകടിപ്പിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സ്നേഹം ഇത്തിരി ഓവറാണെങ്കിലേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ മുത്തശ്ശിയും കാണുകയാണ്. മുത്തശ്ശിക്ക് അപ്പം സംശയം തോന്നുകയാണ് കേട്ടോ. നയനയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുന്ന ദേവയാനിയെ കാണുമ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അനാമികയുടെ ഒരു കള്ളത്തരം ദേവയാനി കളിയോടെ പൊക്കാണ്. ദേവയാനി മാത്രമല്ല, അനന്തപുരിയിലുള്ള എല്ലാവരും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ദേവയാനി ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി എന്തായാലും അനിയുടെ ഭാര്യയായിട്ട് നന്ദു തന്നെ വരും, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്ന് ദേവയാനി പറയാണ്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശി കാണുകയാണ് കേട്ടോ നയനിയുടെ തല തോർത്തി കൊടുക്കുന്ന ദേവയാനിയെ. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി ഇപ്പം മരുമോളുടെ തലയൊക്കെ തോർത്തി കൊടുക്കാൻ അമ്മായിമ്മയ്ക്ക് അറിയാമല്ലേ? അപ്പോൾ ദേവയാനി പറയാണ്, ഞാനിവളുടെ തലയൊന്നും തോർത്തി കൊടുത്തൊന്നുമല്ല. ഞാൻ നോക്കുമ്പോൾ ഇവളുടെ തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉതിർന്നു വീഴുമായിരുന്നു. ഈ വെള്ളവും കൊണ്ട് ഇവൾ നടന്ന് ഇവൾക്ക് വല്ല ജലദോഷവും പിടിച്ചാൽ അതിൻ്റെ പേരിൽ ഇവളുടെ വീട്ടിൽ പോയി നിൽക്കും. അങ്ങനെ എങ്ങും പോയി കഴിഞ്ഞാൽ പിന്നെ ആദർശിന് അത് സഹിക്കാൻ പറ്റില്ല. അത് ഓർത്തിട്ട് ഞാൻ തോർത്തി കൊടുത്തത്. ഒരു കാര്യത്തിലൊരു ശ്രദ്ധയില്ല. അപ്പം മുത്തശ്ശി പറയാൻ, അങ്ങനെയൊന്നുമല്ല, അങ്ങനെ അത്ര ആദർശിന് പ്രശ്നമൊന്നുമില്ല. അഥവാ ഇവൾക്ക് ജലദോഷം വന്നാൽ നീ ഇവളുടെ വീട്ടിൽ വിടുവോ? വിടില്ലല്ലോ. പിന്നെ അഥവാ ഇവൾ പോയാലും ആദർശിന് അത്ര പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ മോളെ നയനെ എന്ന് ചോദിക്കാം മുത്തശ്ശി. അപ്പം നയന പറയാം, അതല്ല മുത്തശ്ശി, ആദർശേട്ടന് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയണം, അതെ അതോർത്തിട്ടാ എന്ന് പറഞ്ഞാൽ ടവൽ അങ്ങ് വലിച്ചു കൊടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മുത്തശ്ശി ആലോചിക്കുകയാണ്, ദേവയാനി നയനയോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? അപ്പം നയനയോട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നിൻ്റെ അമ്മായിമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അവൾ പുറത്തത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഉള്ളിലൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറയുക. അപ്പം നയന അങ്ങ് ഗംഭീര അഭിനയം. നയന പറയാണ്, ഇല്ല മുത്തശ്ശി, അങ്ങനെ സ്നേഹമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയാണ്, അല്ല അവൾക്ക് നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റം എന്ന് പറയുമ്പോൾ നയന അപ്പോഴും പറയാണ്, അത് വലിയ അസുഖമൊക്കെ വന്നിട്ട് മാറിയതല്ലേ, അതിൻ്റെ ഒരു മാറ്റമായിരിക്കും അമ്മയ്ക്കുള്ളതെന്ന് പറയാണ്. മുത്തശ്ശി അപ്പോഴും തറപ്പിച്ച് പറയുന്നുണ്ട്, അല്ല, ദേവയാനിയുടെ പെരുമാറ്റത്തിന് നല്ല മാറ്റമുണ്ട്, നിന്നോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട് എന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ദേവയാനിയും നയനയും കൂടെ പുറത്ത് അമ്പലത്തിലൊക്കെ പോയി തൊഴുകയും ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അമ്പലത്തിൽ വെച്ച് കാണുകയും രണ്ടുപേരും സ്നേഹത്തോടെ നിൽക്കുന്ന കാണുകയും ദേവയാനിയാണെങ്കിൽ പ്രസാദമൊക്കെ നയനയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയും അവിടുന്ന് പൂ വാങ്ങിച്ച് നയനയുടെ തലയിൽ പൂ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കനക കാണുകയാണ്. കനകയും അപ്പോൾ അത്ഭുതപ്പെട്ടു പോവാണ്, എന്താ ഈ സംഭവിക്കുന്നത്? ഇതെന്താ നയനയുമായിട്ട് ദേവയാനിക്ക് ഇത്ര സ്നേഹമുണ്ടോ? പൂവൊക്കെ തലയിൽ വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ കീരിയും പാമ്പും ആയിരുന്നല്ലോ. ഇനി ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയോ? എല്ലാവരുടെയും മുമ്പിൽ ഇവർ നാടകം കളിക്കുകയാണോ എന്നൊക്കെ കനകയ്ക്ക് അങ്ങ് സംശയം തോന്നുകയാണ്. കനക ഒളിച്ചൊന്ന് നോക്കുമ്പം നല്ല സ്നേഹത്തോടെ രണ്ടുപേരും സംസാരിക്കുകയും രണ്ടുപേരും വേറൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാണ്. അപ്പോൾ കനകയും പുറകെ ഓട്ടോയിൽ പോവാണ്. ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി കഴിയുമ്പം അവരൊരു കാടിനുള്ളിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു കോവിലിലാണ് പോകുന്നത്. അവിടെ വച്ചും ദേവയാനിയും നയനയും ഒന്നിച്ചു നിന്ന് തൊഴുന്നതും പ്രസാദം തൊടുവിക്കുന്നതും സ്നേഹത്തോടെ നയനയുടെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ട് കനകയുടെ മനസ്സ് നിറയാണ്. അപ്പോൾ കനയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ് കേട്ടോ. കനക മനസ്സിലാക്കാണ് ഇത് ഇവരുടെ അഭിനയമാണ്, രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. ഇനിയിപ്പം ദേവയാനിക്ക് കരൾ കൊടുത്തിരിക്കുന്നത് നയനയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ദേവയാനി ഇങ്ങനെ അങ്ങ് മാറിപ്പോയത്. എന്തായാലും എല്ലാവരെയും കുരങ്ങ് കളിപ്പിക്കുന്ന ഇവരെയും കൂടി ഒന്ന് കുരങ്ങ് കളിപ്പിക്കണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കനക അനന്തപുരിയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയ്യോടെ നയനയുടെയും ദേവയാനിയുടെയും കള്ളത്തരമൊക്കെ കനക കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കനക പറയുന്നത് കേട്ട് നിൽക്കേണ്ട ഒരവസ്ഥ ദേവയാനിക്കും വരികയാണ് കേട്ടോ. നേരത്തെ കീരിയും പാമ്പും ആയിരുന്നല്ലോ, ഇപ്പം അതൊക്കെ മാറിയിട്ട് രണ്ടുപേരും ഒന്നായ മട്ടാണ്. അങ്ങനെ ഒരു കളികൾ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ അനാമികയുടെ കള്ളത്തരങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അനാമികയ്ക്കാണെങ്കിൽ അനിയോട് ഭയങ്കര ദേഷ്യമാണ്. അനിയാണെങ്കിൽ ഒരു വിധത്തിൽ അനാമികയെ അംഗീകരിക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ അനാമിക അനിയോട് പറയുന്നുണ്ട്, ഏട്ടാ അനി, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും.
അപ്പോൾ അനി പറയുന്നുണ്ട് അതാവാമല്ലോ, ഇപ്പോഴും നിനക്ക് പോവാമല്ലോ, നീ പിന്നെ എന്താ പോവാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അനാമിക പറയാണ് അങ്ങനെയൊന്നും ഞാൻ പോകുമെന്ന് നീ ഓർക്കണ്ട, എനിക്ക് ഈ വീട്ടിലെ നഷ്ടപരിഹാരമായിട്ട് ഒരു 100 കോടി രൂപയെങ്കിലും കിട്ടണം, എന്നാൽ മാത്രമേ ഞാൻ ഡിവോഴ്സ് അനുവദിച്ച് തരുള്ളൂ നിനക്ക് എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട് നീ ഡിവോഴ്സ് ഒന്നും അനുവദിക്കണ്ട, ഇവിടെ തന്നെ എന്ന് പറയാണ് അനി. അപ്പോൾ അനാമിക പറയുന്നുണ്ട് നിനക്കതാ താല്പര്യം എന്നറിയാം, ഞാൻ ഇവിടെ നിന്നാലും നിന്നില്ലേലും നിനക്കെന്താ, നീ ആ നന്ദുവിൻ്റെ ഫോട്ടോ വെച്ച് പൂജിച്ചോണ്ടിരിക്കുകയല്ലേ, നിന്റെ ഫോണിൽ അവളുടെ എത്ര ഫോട്ടോ ഉണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ അതെടുത്ത് നീ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അവളെ ഫോൺ വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നീ, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, ക്ഷമിച്ച് സഹിച്ച് ഞാനിവിടെ നിൽക്കുന്നത് എന്താണെന്നറിയാവോ, നിന്റെ സ്വത്ത് കണ്ടിട്ട് മാത്രമാടാ എന്ന് പറയാണ്. അപ്പോൾ എനിക്കും അങ്ങ് ദേഷ്യം വരികയാണ്. അനി പറയാണ് നീയും എൻ്റെ സ്വത്ത് കണ്ടിട്ട് മാത്രം വന്നതാ ഇങ്ങോട്ടെന്ന് എനിക്കറിയാം, എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല നീ ഇവിടെ വന്നതെന്നും എനിക്കറിയാം, അതുകൊണ്ടാടി ഞാൻ നന്ദുവിൻ്റെ പുറകെ പോകുന്നത്, നന്ദുവും ഞാനും തമ്മിൽ വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വലുതാക്കി ഇത്രയും ആക്കിയത് നീ ഒറ്റയൊരുത്തിയാണ് എന്നൊക്കെ പറയുകയാണ് അനിയും. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായിട്ടിരിക്കുമ്പം അനാമിക പറയുന്നുണ്ട് നീ എന്താ അച്ഛ കാണിക്കേ, ഞാൻ എൻ്റെ വഴിക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്തിട്ട് അനാമിക ഹോളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹോളിൽ വന്ന് സെറ്റ് ചെയ്തിരുന്നിട്ട് അനാമിക ഫോൺ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനാമിക ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അനാമികയുടെ ഒരു കാമുകനുണ്ടായിരുന്നു, അനിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ വീണ്ടും അവനെ വളച്ചെടുക്കാൻ നോക്കുകയാണ് അനാമിക. വളച്ചെടുക്കാൻ നോക്കുക തന്നെയല്ല, വളച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അനി ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവനെ വീണ്ടും വളയ്ക്കുകയാണ്. അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി അവനെ തേച്ചതായിരുന്നു, അതിനുശേഷം അനി ഇങ്ങനെ ആയപ്പോൾ വീണ്ടും അവനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി അങ്ങോട്ട് വരികയാണ്. ദേവയാനി വരുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് ജാനകി അനാമികയെ വിളിക്കുകയാണ്. അനാമിക മോളെ ദേ ഇങ്ങോട്ടൊന്ന് വന്നേ, ഈ ജ്യൂസ് ഒന്ന് കുടിച്ചിട്ട് പോ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട് വേണ്ടമ്മേ എനിക്ക് വേണ്ട, അല്ല മോളിങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാനുണ്ട്, ഓടിവാ എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാം മറന്നിട്ട് അനാമിക ആ ഫോൺ ആ സെറ്റിയിൽ ഇട്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട് സെറ്റിയിലേക്ക് ഇരിക്കാൻ. അപ്പോൾ ഫോൺ ഇങ്ങനെ സൈഡിലായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ദേവയാനി പറയാം ഈ കുട്ടികൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല, ഇപ്പോൾ ഈ ഫോൺ താഴെ പോവില്ലേ, ഇതൊന്നും നോക്കാതെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ വാട്സപ്പിൽ അയാളുടെ DP കാണുന്നത് അയാളും അനാമികയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ദേവയാനി അതിലേക്ക് നോക്കുകയാണ്. ഇതാരാ അനാമികയുടെ കൂടെ ഒരു പയ്യൻ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ദേവയാനി DP എടുത്ത് നോക്കുമ്പോൾ അനിയല്ല, വേറൊരു പയ്യനാണ് കേട്ടോ നിൽക്കുന്നത്, അയാളുടെ DP ആണത്. അത് കാണുമ്പോഴേക്കും ദേവയാനി ഓർക്കാണ് ഇതാരായിരിക്കും അനാമിക ഇത്ര സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ആൾ, അവളുടെ ബന്ധുക്കൾ വല്ലതും ആയിരിക്കുമോ, ഇതെന്താണ് ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര പന്തിയല്ലല്ലോ ഇതെന്തായാലും അനാമികയോട് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഫോൺ അവിടെ വയ്ക്കുകയാണ്. അതിനുശേഷം അനാമിക തിരിച്ചു വരികയാണ്. പെട്ടെന്ന് ഫോൺ എടുക്കുക. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് അതാരാ മോളെ അനാമിക, നീ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നേ. അപ്പോഴേക്കും ഉടനെ അനാമികയ്ക്ക് ദേഷ്യം വരികയാണ്. ഞാൻ ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്യും, അതൊക്കെ എടുത്ത് വല്യമ്മ നോക്കിയോ, ഇതൊക്കെ മോശമല്ലേ വല്യമ്മേ. അപ്പോൾ ദേവയാനി പറയണം അയ്യോ ഞാൻ അങ്ങനെയൊന്നും അല്ല, ഫോൺ താഴെ പോയപ്പം എടുത്തു വെച്ചപ്പം ജസ്റ്റ് കണ്ടതാ, ആ DPയിൽ അനാമികയും വേറൊരു പയ്യനും കൂടെ നിൽക്കുന്ന കണ്ട് അതാരാണെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് അനാമിക പറയാണ് അതെൻ്റെ ഒരു കസിനാണ്. ആഹാ അനാമികയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അത് അവനിവിടെ ഇല്ലായിരുന്നു, വിദേശത്തായിരുന്നു, ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട്. അവൻ ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. പക്ഷേ ദേവയാനിക്ക് ആ ചാറ്റൊക്കെ കണ്ടിട്ട് അത്ര പന്തിയല്ലെന്ന് തോന്നിയെങ്കിലും ദേവയാനി പിന്നൊന്നും അനാമികയോട് ചോദിക്കുന്നില്ല. അനാമികയാണെങ്കിലും ആകെപ്പാടെ വിഷമിച്ച് ദേഷ്യപ്പെട്ടൊക്കെ ആ ഫോണും എടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയി മാറിയിരുന്നിട്ട് അയാളെ തന്നെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ദേ കഷ്ടകാലത്തിന് ദേ ഇപ്പോൾ ഇവിടെ ഒരു സാധനം നമ്മൾ രണ്ടും കൂടിയുള്ള ചാറ്റ് കണ്ടിട്ടുണ്ട്, അവർക്ക് സംശയമൊന്നുമില്ലെന്ന് തോന്നുന്നു, പിന്നെ ഇനി ഇത് കുറച്ച് രഹസ്യമായിട്ടൊക്കെ മതി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കാണും, കുറച്ച് നാൾ കൂടി എനിക്കിവിടെ പിടിച്ച് നിൽക്കണം, ഞാൻ പറഞ്ഞില്ലേ ഇവനുമായിട്ടുള്ള ഡിവോഴ്സിന് കുറച്ച് സ്വത്തൊക്കെ കിട്ടാനുണ്ട്, അതൊക്കെ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം, പിന്നെ കുറേ പണമൊക്കെ ഇവിടുന്ന് അടിച്ചു മാറ്റണം. ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതും, അല്ലാതെ നിന്നെ തേക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പണം കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും കഴിക്കൊന്നുമില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീട്ടിൽ കയറി കൂടിയത്. ഇനി ആ ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ നമ്മുടെ നീക്കങ്ങളൊക്കെ രഹസ്യമായിരിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്.
ഇതും നമ്മുടെ ദേവയാനി കേൾക്കുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിലോട്ട് വിചാരിക്കുകയാണ്, ഇവള് ഭയങ്കര ഫ്രോഡാണല്ലോ, ഇവൾ അനിയെ ചതിക്കുകയായിരുന്നു. ഇത്രയും നാളും എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. അനിയുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആദർശനെ പോലെ തന്നെയാണ് എനിക്ക് അനിയും. എന്നിട്ടും അവൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നോർക്കുമ്പം എനിക്ക് നല്ല വിഷമമുണ്ട്. ഇതിപ്പം ഇവൾ ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് അവൻ്റെ ജീവിതത്തിന് നല്ലത്. അവൻ്റെ ജീവിതത്തിൽ നന്ദുവിനെ പോലെ ഒരു പെണ്ണ് തന്നെയാണ് വേണ്ടത്. ഞാനും അതിനെ ഒരുപാട് എതിർത്തു. ഇപ്പം ഇത് ശരിയായി എന്ന് തോന്നുകയാണ്. ഇവളുടെ ഉള്ളിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഇതൊന്നും പുറത്തു പറയുന്നില്ല. കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പം ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും. എന്തായാലും അനാമിക ഈ അനന്തപുരിക്ക് ചേർന്ന പെണ്ണല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും വിചാരിക്കുകയാണ് കേട്ടോ. ദേവയാനി പക്ഷേ അതാരോടും പറയുന്നില്ല. അതേസമയം അനാമികയാണെങ്കിൽ കാമുകനോട് രാത്രിയിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാത്രിയിൽ അയാൾ അനന്തപുരിയിലെത്തുകയാണ്. അനന്തപുരിയിലെത്തുന്ന സമയത്ത് തന്നെ ആരും കാണാതെ എത്തുകയാണ് കേട്ടോ മുറ്റത്തേക്ക്. മുറ്റത്തെത്തിയതിന് ശേഷം റൂമിനുള്ളിലെത്തി ബാൽക്കണിയിലേക്ക് എത്തുകയാണ്. ബാൽക്കണിയിലെത്തുന്ന സമയത്ത് അയാളുടെ കൈ തട്ടി ടേബിൾ മറിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറിഞ്ഞ് വീഴുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് തന്നെ അനി ലൈറ്റ് ഇടുകയാണ്. അനി ലൈറ്റ് ഇടുമ്പോഴേക്കും എല്ലാവരും ഓടി വരികയാണ്. എന്താണെന്ന് ചോദിച്ചിട്ട് അനി ഒച്ച വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇയാളെ കയ്യോടുകൂടി പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ അനിയും ആദർശും എല്ലാവരും കൂടി. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, നീ ആരാടാ, നീ എന്തിനാ കക്കാനോ മോഷ്ടിക്കാനാണോ ഇവിടെ വന്ന് കയറിയത്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ കക്കാനും മോഷ്ടിക്കാനും ഒന്നും വന്നതല്ല. നീ ഒരു പെരുങ്കള്ളനാണ്. അനന്തപുരി കയറി വന്ന് മോഷ്ടിക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോ? ആദർശേട്ടാ, പോലീസിനെ വിളിക്ക് എന്ന് പറയാണ് അനി. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ശരിയാ, പോലീസിനെ വിളിക്കാമെന്ന് പറയാണ്. അപ്പം ജയനും അജയനും ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ നന്നായിട്ട് അയാളെ പെരുമാറുന്നുമുണ്ട്. അങ്ങനെ ഇടി കൊണ്ട് നിൽക്കുകയാണ് അയാൾ. അപ്പോൾ അനാമിക അവിടെ വന്ന് നിൽപ്പുണ്ട്. അനാമികയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നുമില്ല. അനാമിക നന്നായിട്ട് അവിടെ നിന്നങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അയാളോട് പറയുന്നുണ്ട്, പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുമ്പം അയാൾ പറയാണ്, പോലീസിനെ ഒന്നും നിങ്ങൾ വിളിക്കേണ്ട, ഞാൻ കള്ളനൊന്നുമല്ല, ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതുമല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ മോഷ്ടിക്കാൻ വന്നാലേ പിന്നെ എന്തിനു വന്നതാടാ, പിന്നെ എന്തിനാ ആനന്ദപുരിയിൽ വന്ന് കയറിയത്? അപ്പോൾ അയാൾ പറയാണ്, ഞാൻ വെറുതെ വന്ന് കയറിയതൊന്നുമല്ല, ഇവിടത്തെ ഇയാളുടെ ഭാര്യ ഉണ്ടല്ലോ ഈ അനാമിക, ഇവള് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്താ നീ പറഞ്ഞത്? അനാമിക വിളിച്ചിട്ടാണ് വന്നതെന്നോ എന്ന് ചോദിക്കുകയാണ് ആദർശ്. അപ്പോൾ പറയാൻ, അതെ, ഇവളുടെ ഒരു ഫ്രണ്ടാണ് ഞാൻ, ഇവളുടെ കാമുകന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ തമ്മിൽ നേരത്തെയും ഇഷ്ടത്തിലായിരുന്നു. അതിനുശേഷം ഇവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്നെ തേച്ചതാ ഇവനെ വിവാഹം കഴിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ സ്വത്തും പണവും ഒക്കെ മോഹിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ ഇവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അതിനുശേഷം വീണ്ടും നിങ്ങൾ പ്രശ്നമായപ്പം ഞങ്ങൾ തമ്മിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ അവൾ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതൊന്നുമല്ല. ഈ അനിയെ ഉപേക്ഷിച്ചേച്ച് എൻ്റെ കൂടെ വരാമെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി, എന്ത് നുണയാടാ ഈ പറയുന്നത്? അങ്ങനെയൊന്നും അനാമിക മോള് ചെയ്യില്ല. അനിയെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. അവൾ ഒരിക്കലും അനിയെ ചതിച്ചിട്ട് ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കില്ല. ഇത് വേറെ ആ രണ്ട് ശത്രുക്കൾ ഇവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാ. അനാമിക മോളെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കില്ല എന്ന് പറയാണ് ജാനകി. അപ്പോഴേക്കും അനാമികയോട് അയാൾ ചോദിക്കുകയാണ്, അനാമികെ, നീ സത്യം പറഞ്ഞു കൊടുക്കടി, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഇവനുമായിട്ടുള്ള ഡിവോഴ്സിലൂടെ ഒരു 100 കോടി രൂപയെങ്കിലും ഈ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പോരാനാ ഇവളിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഒന്നും കക്കാനും മോഷ്ടിക്കാനും വന്നതല്ല ഞാൻ. പറഞ്ഞു കൊടുക്കാൻ അനാമികയെ എന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന് കയറിയിട്ട് എല്ലാം കൂടി എൻ്റെ തലയിൽ എടുത്തിടുവാണോ? അതൊക്കെ ദേ ഇവളുമാർ പറഞ്ഞു വിട്ടതാണോ, അതോ ആ നന്ദു പറഞ്ഞു വിട്ടതാണോ? ഓ, അങ്ങനെയൊന്നുമല്ല വല്യമ്മേ, ഒരു കാര്യം പറയട്ടെ, ദേ ഇവൻ വന്നത് ഈ നയനെ കാണാനാ, വല്യമ്മയുടെ മരുമോളെ, അല്ലാതെ പിന്നെ. എന്നിട്ട് എൻ്റെ തലയിലേക്ക് അത് വയ്ക്കുകയാണ്. ഇവളെവിടുന്നോ വിളിച്ചു വരുത്തിയതാ, ഇവളുടെ കാമുകനാണ് ഇവൻ. എന്നിട്ട് ഇവളെ കാണാൻ വന്നിട്ട് അവനിപ്പോൾ പറയുന്നത് കേട്ടില്ലേ, എന്നെ കാണാൻ വന്നതെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചേച്ചി അനിയത്തിമാർ 3 പേരും കൂടി കളിക്കുന്ന കളിയാണിത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജാനകി, ശരിയാണ്, അങ്ങനെയായിരിക്കും, ഇവർ 3 പേരും കൂടെ കളിക്കുന്നതായിരിക്കും, അല്ലാതെ ഒരിക്കലും അനാമിക മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഉടനെ തന്നെ പറയാണ് കേട്ടോ ദേവയാനി, അനാമികയെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. നയനെക്കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പോലും പറയാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. നയനെ ആരെയും വിളിച്ചും വരുത്തിയിട്ടില്ല, ഒന്നുമില്ല. സത്യം എന്താണെന്ന് നീ ആലോചിച്ച് നോക്ക്.
എന്ന് പറയാണ്. അപ്പം ജാനകി പറയാ, ഏടത്തി എന്തേ പറയുന്നത്? അനാമിക മോളെ കുറ്റം പറയുന്നു, ഏടത്തിയുടെ മരുമോളല്ലേ തനി ഫ്രോഡ് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാണ്, ജാനകി നീ ഇവളുടെ ഫോൺ വാങ്ങിച്ചു നോക്ക്, ഇവളുടെ ഫോണിലുണ്ട് വിവരങ്ങൾ, ഇവിടെ തടി ഫോൺ എന്ന് പറഞ്ഞ് വാങ്ങുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. എന്നിട്ട് ആ ചാറ്റും DP-യും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ജാനകിക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് സത്യമല്ലേ ജാനകി, നീ കണ്ടോ ഇവള് ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്തെല്ലാമെന്ന്? ഇവനെ വിളിച്ചു വരുത്തിയതിൻ്റെ രേഖകൾ വരെ ഇതിലുണ്ട്. ഇവർ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് നീ കണ്ടോ? കണ്ടില്ലേ? ഇതൊക്കെ എന്തിനുള്ള തെളിവാ? നയനയാണോ ഇവൻ്റെ കൂടെ നിൽക്കുന്നത്? അല്ലല്ലോ, ഈ അനാമികയല്ലേ? എനിക്കിത് നേരത്തെ മനസ്സിലായതായിരുന്നു, ഞാൻ ഈ വിവരങ്ങളൊക്കെ കണ്ടതുവാ. പക്ഷേ ഇതൊക്കെ സംശയമുള്ളത് കൊണ്ടും അനിയുടെ ജീവിതത്തിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഒത്തുപോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് പറയാതിരുന്നതാ. പക്ഷേ ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ ഈ സത്യം തെളിഞ്ഞല്ലോ. ഇവൾ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ജാനകി. വീട്ടിൽ രാത്രിയിൽ വിളിച്ച് വരുത്തുക ഒരുത്തനെ. ഇത്ര മോശം പെണ്ണാണോ അനിയുടെ ഭാര്യ? അപ്പോഴേക്കും ജാനകി പറയാണ്, എടുത്തി എന്താ ഇത്? എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അനാമിക നീ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങ് വയലൻ്റ് ആവുകയാണ് കേട്ടോ അനാമികയുടെ നേരെ. എന്നിട്ട് ജാനകി വന്നിട്ട് അനാമികയുടെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, എടി ഈ കണ്ടതൊക്കെ സത്യമാണോടി? എന്താടി ഈ കണ്ടത്? ഈ ഫോണിൽ കണ്ട ചാറ്റൊക്കെ എന്താടി? ഇത്രയ്ക്ക് വൃത്തികെട്ടുള്ളായിരുന്നോ? നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു. നന്ദുവും മണിയും കൂടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ആ വിവാഹം വേണ്ടെന്ന് വെപ്പിച്ചത് ഞാനാ, നിനക്ക് വേണ്ടി. നീ ആയിരിക്കണം എൻ്റെ മരുമകളെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ നീ ഞങ്ങളെല്ലാവരെയും ചതിക്കുകയായിരുന്നോ? അനിയെ നീ ചതിക്കുകയായിരുന്നോ? നിനക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടി നീ ഇവനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും അനി പറയാണ്, അതമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവൾക്ക് എങ്ങനെയെങ്കിലും ഈ അനന്തപുരി തറവാട്ടിൽ കയറി കൂടണമായിരുന്നു. ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ട് തന്നെയാ എൻ്റെ പുറകെ ഇവള് നടന്നതും പ്രേമം നടിച്ചതും ഒക്കെ. ആദ്യമൊക്കെ ഞാനതിൽ വീണു പോയെന്നുള്ളത് സത്യമാണ്. പിന്നെ സത്യം എന്താണെന്നും എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി വന്നപ്പം ഒരുപാട് വൈകിപ്പോയി. അപ്പോഴേക്കും നിങ്ങളെയെല്ലാം ഇവള് കയ്യിലെടുത്തിരുന്നു. ഇവക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. ഈ അനന്തപുരിയിലെ സ്വത്തും പണവും മാത്രമായിരുന്നു ഇവളുടെ കണ്ണിൽ. അതിനുവേണ്ടി മാത്രമാണ് ഇവളെന്നെ വിവാഹം കഴിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്നെ ആ വഴിക്ക് കിട്ടില്ല എന്ന് കണ്ടപ്പം ഇവിടുന്ന് ഒരുപാട് മോഷ്ടിക്കാൻ ഇവൾ നോക്കിയിട്ടുണ്ട്. പല കള്ളത്തരങ്ങളും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇവളുടെ അച്ഛനും അമ്മയും ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, തനി ഫ്രോഡുകളാണ്. അതൊക്കെ എന്നോട് നന്ദു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇനിയും ഇപ്പോൾ ഞാനുമായിട്ടുള്ള ഡിവോഴ്സിൽ ഒരു 100 കോടി രൂപയെങ്കിലും വാങ്ങിയിട്ട് വേണം ഇവക്ക് ഇവൻ്റെ കൂടെ പോകാൻ. അതാണ് ഇവളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ജാനകി പറയാണ്, ഒറ്റ ചില്ലിക്കാശ് നിനക്ക് കിട്ടില്ലടി, നിനക്ക് 1 രൂപ പോലും ഈ വീട്ടിൽ നിന്ന് കിട്ടില്ല, നീ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിക്കോണം എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, അങ്ങനെയൊന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആരും ആലോചിക്കണ്ട, ഞാൻ പോകാൻ തന്നെയാണ് നിൽക്കുന്നത് ദേ ഇവൻ്റെ കൂടെ. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എനിക്കുള്ള നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം. ഒരു 100 കോടി രൂപയെങ്കിലും എനിക്ക് നഷ്ടപരിഹാരം കിട്ടാതെ ഞാൻ പോവില്ല. ഞാൻ ഡിവോഴ്സ് അനുവദിക്കുകയില്ല. പിന്നെ അനി, ഒരു കാര്യമുണ്ട്, നീയും നന്ദും കൂടെയുള്ള വിവാഹം നടന്നാൽ തന്നെ ദേ ഇവർ പറഞ്ഞല്ലോ ഈ വല്യമ്മ എന്ന് പറയുമ്പോഴേക്കും ഉടനെ ദേവയാനി പറയാണ്, അതെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം എന്തെല്ലാം വന്നാലും നീ ഇവനുമായിട്ട് ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അനിയും നന്ദുവായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി കൊടുക്കും. അനിയുടെ മനസ്സിലും നന്ദുവിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു മോഹം ഉള്ളിടത്തോളം കാലം ആ കുട്ടികളെ ഞാൻ ഒന്നാക്കും. അതിന് ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യും എന്ന് ദേവയാനി പറയാണ്. അപ്പോഴേക്കും അനാമിക പറയാണ്, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ അവനെ അവളെയും കൂടെ ഒന്നാക്കിക്കോ. പക്ഷേ ഒരു കാര്യം ഓർത്തോ, ഞാൻ ഇവിടുന്ന് പോയാലും ഇവരെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നും നിങ്ങളുടെ പുറകെ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. നിങ്ങളുടെ പുറകെ നടന്ന് ഞാൻ ഉപദ്രവിക്കും. പിന്നെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് തരുമെന്ന് നിങ്ങൾ ഓർക്കണ്ട. എന്നിട്ട് ജാനകിയോട് പറയാണ്, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് റൂമിലേക്ക് കയറി പോവാണ്. അന്നേരത്തേക്ക് മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും വേണുവിനെയും രേവതിയെ അടുത്ത ദിവസം വിളിച്ചു വരുത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, അല്ലാതെ പറ്റില്ല, അനാമിക ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ വേണുവിനെയും രേവതിയെയും വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. പിറ്റേ ദിവസം തന്നെ വേണുവും രേവതിയും കച്ച കെട്ടി വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം? എന്താ ഞങ്ങളുടെ മോളെ എല്ലാവരും കൂടെ ഉപദ്രവിച്ചെന്ന് പറയുന്നത്? അപ്പോഴേക്കും ജാനകി ചീറ്റിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലേ കാര്യങ്ങളൊന്നും, നിങ്ങളുടെ മകൾക്ക് മറ്റു ബന്ധങ്ങളുള്ളതായിട്ടൊന്നും നിങ്ങൾക്കറിയില്ലേ? എൻ്റെ അനിമോനെ അവിടെ ചതിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഉടനെ വേണു പറയാണ്, എന്ത് ചതിച്ചെന്നാ പറയുന്നത്? അവനല്ലേ അവളെ ചതിച്ചത്, അവനല്ലേ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്. എന്നിട്ടിപ്പം ഞങ്ങളുടെ മോളെ പറയുന്നു, നിങ്ങളുടെ മോള് ചെയ്തത് ശരിയാണോ? ഇന്നലെ രാത്രിയിൽ ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് ശരിയാണോ എന്ന്?
അപ്പോഴേക്കും വേണു പറയാണ്, എന്താ തെറ്റ്? അനി അനി അവളെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം പിന്നെ അവൾ വേറുള്ളവൻ്റെ കൂടെ പോയെന്നിരിക്കും. അപ്പം ഉടനെ ദേവയാനി പറയാണ്, ഈ വൃത്തികെട്ട വർത്തമാനം നിങ്ങൾ നിർത്തുന്നുണ്ടോ? ഒരിക്കലും ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരം ഇവിടെ പറ്റില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് വേണ്ട. അനന്തപുരിയുടെ മരുമോളായിട്ട് വരുന്നത് ഈ അനാമികയല്ല വേണ്ടത്. ഇതുപോലെ മോശ സ്വഭാവമുള്ള ഒരുത്തി ഈ കുടുംബത്തിൽ പാടില്ല എന്ന് പറയുമ്പോൾ വേണു പറയാണ്, ഞങ്ങളങ്ങ് പോയിക്കോളാം. പക്ഷേ ജാനകി ഒരു കാര്യം ഓർത്തോ കേട്ടോ, നിങ്ങൾ എൻ്റെ മോളെ പീഡിപ്പിച്ചതിന് നിങ്ങളുടെ മകനും നിങ്ങളും അഴിയെണ്ണും. ഞങ്ങൾ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും. അമ്മായിയമ്മയും മോനും കൂടി ഭാര്യയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അഴിയെണ്ണും, കുറച്ച് നാൾ അകത്തും കിടക്കും എന്ന് പറയുമ്പോൾ ജാനകി ഞെട്ടിപ്പോവാണ്. ഇതിപ്പോൾ എന്താ? ഞാൻ ഇതുവരെ അനാമിക ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ തന്നെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഇന്നലെ ഇവൾ ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലോ അപ്പുറമാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വേണു പറയാണ്, എന്നെ സഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി നിങ്ങൾ ഡിവോഴ്സിന് കേസ് കൊടുത്താലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം. ആ പണത്തിന് വേണ്ടി തന്നെയാണ് എൻ്റെ മോൾ ഇവിടെ കടിച്ചു തൂങ്ങി നിന്നത്. അല്ലാതെ നിങ്ങളുടെ മകൻ്റെ കാട്ടും തുപ്പും കേട്ട് നാണം കെട്ടി ഇവിടെ നിൽക്കേണ്ട ഗതികേടൊന്നും അവക്കില്ല. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, നിങ്ങൾക്ക് പണം തരണോ നഷ്ടപരിഹാരം തരണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം. ഏതായാലും കൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുക. നിങ്ങൾക്ക് പണം കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെയും അനാമിക ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഞങ്ങളും പരാതി ഫയൽ ചെയ്യുന്നുണ്ട്. ആരുടെ കേസ് ജയിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങിക്കോ. ഞാൻ നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം നടത്തി കൊടുക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കേട്ടോ അനാമികയെ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്